ഡിയർ ആസ്പിറൻസ്, നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ ഒരു സെക്കൻഡ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? Yes. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അഡോളസൻസിന്റെ അവരുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് കണ്ടു. അതുപോലെ തന്നെ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് കണ്ടത്. ഇന്ന് നമ്മൾ അതിനുശേഷം റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെന്റ് ഇൻ ഡെവലപ്മെന്റ്, അഡോളസൻസിന്റെ ഡെവലപ്മെന്റിൽ പാരമ്പര്യത്തിനും അതുപോലെ തന്നെ അവരുടെ എൻവിയോൺമെന്റ്, അതായത് ചുറ്റുപാടുകൾക്കും ഉള്ള ഒരു പ്രാധാന്യം എന്താണ് ഡെവലപ്മെന്റിൽ എന്നുള്ളതാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നേച്ചർ, രണ്ട് നർച്ചർ എന്ന് പറയും. ഒന്ന് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് നമുക്ക് പറയാം. ഹെറിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലായിട്ട് ഒരു വ്യക്തിയുടെ പാരൻസിൽ നിന്നും അല്ലെങ്കിൽ പൂർവികരിൽ നിന്നും പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെറിഡിറ്റി ആയിട്ട് ലഭിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് എൻവിയോൺമെന്റ്. എൻവിയോൺമെന്റ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ നർച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ വ്യക്തിയുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണ്ടീഷനുകൾ, എക്സ്പീരിയൻസസുകൾ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെറിഡിറ്റിയും എൻവിയോൺമെന്റും ഒരുപോലെ വർക്ക് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്. ഇനി എന്താണ് ഹെറിഡിറ്റി? ഈ ഭാഗത്തു നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരിക എങ്ങനെയായിരിക്കും? ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഹെറിഡിറ്റിയുടെ സ്വാധീനമാണോ എൻവിയോൺമെന്റിന്റെ സ്വാധീനമാണോ ഉള്ളത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് സ്വാധീനമാണ് ഈ സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു ചില ഫാക്ടേഴ്സ് തന്നിട്ട് അത് ഹെറിഡിറ്റിയിൽ നിന്ന് ബന്ധപ്പെടുന്നതാണോ അല്ലെങ്കിൽ എൻവിയോൺമെന്റുമായി ബന്ധപ്പെടുന്നതാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഹെറിഡിറ്റി, ദ റോൾ ഓഫ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ്. ഇവിടെ രണ്ട് ട്രേറ്റ്സുകളാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്ങിലേക്ക്, അതായത് മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക്, അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന, ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചില ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഹെറിഡിറ്റിയിൽ പറയാം. അതിൽ ഫിസിക്കൽ ഫാക്ടേഴ്സ് വരാം, അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ട്രെയ്റ്റ്സ് വരാം. ഒരു വ്യക്തിയുടെ ഹൈറ്റ്, വെയിറ്റ്, ആ വ്യക്തിയുടെ ശരീരഘടന, നിറം, അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ്, അത്തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഹെറിഡിറ്റിയുടെ ഭാഗമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വരാം. രണ്ടാമത് പറയുന്നതാണ് ഫിസിയോളജിക്കൽ ട്രെയ്റ്റ്സ്. ഫിസിയോളജിക്കൽ ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സ്, ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് ആ വ്യക്തിയുടെ ഇന്റലിജൻസ് വരാം, അതിൽ അവരുടെ ടെമ്പറമെന്റ് വരാം. അതായത് ഒരു വ്യക്തി കുറച്ചുകൂടി ശാന്തശീലനാണോ അല്ലെങ്കിൽ അഗ്രസീവ് ആണോ എന്നുള്ള ചില ഫാക്ടേഴ്സ് വരാം. അവരുടെ ഒരു പേഴ്സണാലിറ്റി വരാം, അതില് ആ വ്യക്തിയുടെ ഒരു ടാലന്റ് വരാം, ആപ്റ്റിറ്റ്യൂഡ് വരാം. ഇത്തരം കാര്യങ്ങളൊക്കെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും കൈമാറ്റം ചെയ്യപ്പെട്ട് വരാം. ഇനി അതല്ലാതെ അവരുടെ ഒരു ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് വരാം. ചില രോഗങ്ങൾ, ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ വരാം. ചിലരുടെ ഒരു ഇമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ്, രോഗങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ഒരു ശേഷി, ചിലപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചില ക്യാൻസർ, ഡയബറ്റീസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ. അപ്പൊ അതെല്ലാം ഒരു ഹെറിഡിറ്റിയുടെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഒരു വ്യക്തിയുടെ
ഹെറിഡിറ്റി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആ വ്യക്തിക്ക് ലഭിക്കുന്ന കഴിവുകളാണ്. അപ്പൊ ഇതിനെല്ലാം അവരുടെ ഒരു ഡെവലപ്മെന്റിൽ വലിയ റോൾ ഉണ്ട്. ഇനി ഈ ഹെറിഡിറ്റി പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് എൻവിയോൺമെന്റ്, പാരിസ്ഥിതികം, നെർച്ചർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പാരിസ്ഥിതികം എന്ന് പറയുന്നത്, ഇവിടെ എൻവിയോൺമെന്റ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കണ്ടീഷനുകൾ, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, അതുപോലെ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികൾ, സാധ്യതകൾ, ആ വ്യക്തി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, ഫാമിലിയിൽ നിന്നും ലഭിക്കുന്ന സാഹചര്യങ്ങൾ, സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം അവരുടെ എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു അഡോളസൻസിലുള്ള ഒരു കുട്ടിയെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും, ഹെറിഡിറ്റിക്കും അതുപോലെ തന്നെ എൻവിയോൺമെന്റിനും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വികാസത്തില് വലിയ പ്രാധാന്യമുണ്ട്. ഇനി എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുക എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ആണ്. അതായത് ആ വ്യക്തിയുടെ ചുറ്റുപാടുകള്, അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാം ന്യൂട്രീഷൻ, അതായത് നല്ല രീതിയിൽ പോഷകാഹാരങ്ങൾ ലഭിക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ലഭിക്കാത്ത കുട്ടികളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ന്യൂട്രീഷൻ അതിലെ ശക്തമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഫാമിലി അറ്റ്മോസ്ഫിയർ, പാരൻസിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ പാരന്റിങ് സ്റ്റൈല്, അതുപോലെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ ഒരു സ്നേഹ മനോഭാവം, ലവ് കെയർ എന്നൊക്കെ പറയുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബ അന്തരീക്ഷം എങ്ങനെയാണ് എന്നുള്ളതും ഒരു എൻവിയോൺമെന്റ് ഫാക്ടറാണ്. ഇനി മറ്റൊന്നാണ് സ്കൂൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലുള്ള അവന്റെ ക്ലൈമറ്റ്, സ്കൂളിലുള്ള സാധ്യതകള്, അവസരങ്ങള്, അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് അവന് ലഭിക്കുന്ന ഒരു പരിശീലനങ്ങള്, ഇതെല്ലാം അവന്റെ വളർച്ചയില്, വികാസത്തില് വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മറ്റൊന്നാണ് ടീച്ചേഴ്സ്, അധ്യാപകരുടെ റോള്, അതുപോലെ തന്നെ അധ്യാപകർ എങ്ങനെയാണ്, അധ്യാപകരുടെ സമീപനം, അവരുടെ ട്രെയിനിങ്ങുകള്, ഇതും കുട്ടിയുടെ ഒരു എൻവിയോൺമെന്റൽ ഫാക്ടറാണ്. ഇനി അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പിയർ ഗ്രൂപ്പ്. അവന്റെ കൂട്ടുകാരെങ്ങനെയാണ്, അവൻ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന അവന്റെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം, അവരുടെ ആറ്റിറ്റ്യൂഡ്സും ബിഹേവിയറും, അതും അവന്റെ വികാസത്തെ വളർത്തുന്ന, അവരുടെ ബിഹേവിയേഴ്സ് എല്ലാം ഇവന്റെ വികാസത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഫാക്ടറാണ്. അതും ഒരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്. ഇനി അതുപോലെ തന്നെ ഒന്നാണ് ഈ കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അതിന്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഏത് സൊസൈറ്റിയിലാണ് വളർന്നു വരുന്നത്, ഏത് കൾച്ചറുമായിട്ടാണ് കുട്ടി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, ആ കൾച്ചറുമായി ബന്ധപ്പെട്ട വാല്യൂസ്, കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ വാല്യൂസ്, ട്രഡീഷനുകള്, നമ്മുടെ ആഘോഷങ്ങള്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവന്റെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് അവന്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എല്ലാ അനുഭവങ്ങളും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അഡോളസൻസിന്റെ വികാസത്തില് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയുടെയും എൻവിയോൺമെന്റിന്റെയും ഒരു കോമ്പിനേഷനാണ്. അവിടെ ഹെറിഡിറ്റിക്ക് എന്തുമാത്രം റോൾ ഉണ്ടോ അതുപോലെ തന്നെ അവന്റെ എൻവിയോൺമെന്റിനും ഒരു റോൾ ഉണ്ട്. പാരമ്പര്യമായിട്ട് കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ, എന്തൊക്കെ ട്രേറ്റ്സ് ഉണ്ടോ, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ, അതുപോലെ തന്നെ റോൾ ഉണ്ട് അവൻ ഈ ട്രേറ്റ്സ് വളർത്തി വലുതാക്കാനായിട്ടും അല്ലെങ്കിൽ അതിന്റെ സ്കിൽസിനെ നല്ല രീതിയിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടും ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവന് ലഭിക്കുന്ന അവന് പോസിറ്റീവായിട്ട് ലഭിക്കുന്ന അവന്റെ ഒരു എൻവയോൺമെന്റൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവന്റെ ഒരു സാഹചര്യങ്ങൾ. അപ്പൊ ഇത് ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ഹെറിഡിറ്റിയും എൻവയോൺമെന്റും. ഇനി ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം.
ഇത് കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. A parent realized that their son or daughter has an interest in dancing. The parent arranged for dance training and the child became famous in that field. In this situation, which factors contributed to the child's success? ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഒരു സിറ്റുവേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷൻ കൊടുക്കാം. ഈ സിറ്റുവേഷനിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അവന്റെ സക്സസിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ താഴെയുള്ള ഓപ്ഷനിൽ നിന്നും നമുക്ക് ഏത് ഫാക്ടർ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, ആൻസർ ബി ആണ്, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ സിറ്റുവേഷന് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. അപ്പൊ നമുക്ക് സിറ്റുവേഷൻ തന്നിട്ടുള്ളത് ഒരു പാരന്റ് റിയലൈസ് ചെയ്യാണ് ആ കുട്ടിക്ക് തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഡാൻസിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഡാൻസിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഒരു ഹെറിഡിറ്റി ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് അല്ലെങ്കിൽ ഒരു ട്രെയ്റ്റ് ആണ്. ഡാൻസിങ്ങിൽ ഇൻബോൺ ആയിട്ട് കുട്ടിക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഡാൻസിങ്ങിൽ ഒരു അഭിരുചി ഉണ്ട്, അത് ഹെറിഡിറ്റി ആയിട്ട് കുട്ടിക്ക് ലഭിച്ചതാണ്. ഇനി ദ പാരന്റ് അറേഞ്ച്ഡ് ഫോർ ഡാൻസ് ട്രെയിനിങ് ആൻഡ് ദ ചൈൽഡ് ബിക്കം ഫേമസ്. ഇവിടെ പാരന്റ് കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡാൻസ് ട്രെയിനിങ് കൂടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതൊരു എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. അതായത് ചുറ്റുപാടുകളിൽ നിന്നും കുട്ടി നേടിയെടുത്ത ഒന്നാണ് ഡാൻസ് ട്രെയിനിങ് എന്നുള്ളത്. അത് ഹെറിഡിറ്റി സംബന്ധമായിട്ട് കുട്ടിക്ക് ലഭിച്ചതല്ല, പക്ഷെ അവന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പാരിസ്ഥിതികമായിട്ട് അവന്റെ നെർച്ചറൽ ഫാക്ടേഴ്സ് ആണ് അത്. അപ്പൊ ആ ഡാൻസ് ട്രെയിനിങ്ങിനുള്ള അവസരം കുട്ടിക്ക് ലഭിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ കുട്ടിയുടെ സക്സസിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് രണ്ടുമാകാം, അതായത് ഹെറിഡിറ്റിയും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ ഈ സിറ്റുവേഷനിൽ ഉണ്ട്. ഇനി ചോദ്യങ്ങൾ ഒന്ന് മാത്രമുള്ള ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും ഉൾപ്പെടുന്ന ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് മാത്രമുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ ഒരു സിറ്റുവേഷൻ തന്നാൽ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്തുമായി കണക്ട് ചെയ്തിരിക്കുന്നു, ഹെറിഡിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഇത് ഹെറിഡിറ്റിയുടെ ഫാക്ടേഴ്സ് ആണോ, അല്ലെങ്കിൽ അതൊരു എൻവയോൺമെന്റൽ ഫാക്ടർ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ചോദ്യം വരാവുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ക്യാൻ അഫക്ട് ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ്? ഈ ഒരു ചോദ്യവും കൂടി ഒന്ന് ചാറ്റ് ബോക്സിൽ എല്ലാവർക്കും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ക്യാൻ അഫക്ട് ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ്? യെസ്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ പെടുന്നതാണ് ഇതെല്ലാം. ന്യൂട്രീഷൻ, ഫാമിലി അറ്റ്മോസ്ഫിയർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇതെല്ലാം എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അവന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ.
അപ്പൊ ഇത്തരത്തിൽ കുറച്ചൊരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ട് ഇതിലെ ഏതിലെ ഉൾപ്പെടുന്നതാണ്, ഹെറിഡിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ എൻവയോൺമെന്റലുമായി ബന്ധപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുക. ഓക്കെ, ഇനി ഈ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ? ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്? താഴെ 4 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഹെറിഡിറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് മ്യൂസിക്കൽ ടാലന്റ് ബട്ട് നീഡ്സ് ട്രെയിനിങ് ടു ഡെവലപ്പ് ഇറ്റ്. ഓപ്ഷൻ ബി എ സ്റ്റുഡന്റ് സ്റ്റഡിങ് ഇൻ എ ഗുഡ് സ്കൂൾ. ഓപ്ഷൻ സി എ പേഴ്സൺ സഫറിംഗ് ഫ്രം മാൽന്യൂട്രീഷൻ. ഓപ്ഷൻ ഡി എ ചൈൽഡ് വിത്ത് ഇന്നേറ്റ് ടാലന്റ് ഇംപ്രൂവ്ഡ് ത്രൂ പ്രാക്ടീസ്. ആൻസേഴ്സ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. എ ചൈൽഡ് വിത്ത് ഇന്നേറ്റ് ടാലന്റ് ഇംപ്രൂവ്ഡ് ത്രൂ പ്രാക്ടീസ്. ഇനി ഓരോ സിറ്റുവേഷൻസ് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എ, ഈ സിറ്റുവേഷൻ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അതായത് എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് മ്യൂസിക്കൽ ടാലന്റ് ബട്ട് നീഡ്സ് ട്രെയിനിങ് ടു ഡെവലപ്പ് ഇറ്റ്. അപ്പൊ ഈ കുട്ടിക്ക് മ്യൂസിക്കൽ ടാലന്റ് ഉണ്ട്, അപ്പൊ അതിൽ എന്ത് മാത്രമേ വരുള്ളൂ? ഹെറിഡിറ്റി മാത്രമേ വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഓപ്ഷൻ ബി, എ സ്റ്റുഡന്റ് സ്റ്റഡിങ് ഇൻ എ ഗുഡ് സ്കൂൾ. നല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അവിടെ എന്തിന്റെ സ്വാധീനമാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ സ്വാധീനമാണ്. ഓപ്ഷൻ സി, എ പേഴ്സൺ സഫറിംഗ് ഫ്രം മാൽ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അതും ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ സ്വാധീനമാണ്. ഇനി ഓപ്ഷൻ ഡി ആണ്, എ ചൈൽഡ് വിത്ത് ഇന്നേറ്റ് ടാലന്റ് ഇംപ്രൂവ്ഡ് ത്രൂ പ്രാക്ടീസ്. അവിടെ കുട്ടിക്ക് ഇന്നേറ്റ് ടാലന്റ് ഉണ്ട്, ടാലന്റ് ആയിട്ട് ഹെറിഡിറ്റി പരമായിട്ട് പാരമ്പര്യമായിട്ട് അതിനുള്ള ഒരു ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിനെ പ്രാക്ടീസ് വഴി ഇംപ്രൂവ് ചെയ്തു. അപ്പൊ അവിടെ രണ്ടും വരുന്നുണ്ട്, ഹെറിഡിറ്റിയും വരുന്നുണ്ട് എൻവയോൺമെന്റും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇന്ററാക്ഷൻ ഉള്ള സിറ്റുവേഷൻ ആണ് നാലാമത്തെ സിറ്റുവേഷൻ. അപ്പൊ ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് അതിൽ ഹെറിഡിറ്റി ആണോ എൻവയോൺമെന്റ് ആണോ ഏതാണ് എന്ന് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാനും കഴിയണം. അതിന്റെ എക്സാമ്പിൾസ് അതിൽ നിന്നും എടുത്തെഴുതാനും കഴിയണം. ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് നീങ്ങാം. അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ഡെവലപ്മെന്റൽ നീഡ്സ്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും പറയുക അഡോളസെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു ഡെവലപ്മെന്റൽ നീഡ്സും ഡെവലപ്മെന്റൽ ടാസ്കും നമ്മൾ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓരോ സ്റ്റേജിലും, ജീവിതത്തിന്റെ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ള ചില ഫിസിക്കൽ ആയിട്ടുള്ളതാകാം, ഇമോഷണൽ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ളതാകാം, കുറച്ച് റിക്വയർമെന്റ്സ് ആണ് ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രായത്തിലും ജനിക്കുന്ന ഒരു സ്റ്റേറ്റില് അല്ലെങ്കിൽ ഇൻഫാൻസി സ്റ്റേജില് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജില്, ചൈൽഡ്ഹുഡ് സ്റ്റേജില്, അഡോളസെൻസില്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. ഈ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഇതെല്ലാം. ഈ ഡിഫറെന്റ് സ്റ്റേജസില് കുട്ടിക്ക് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള നീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേർഡിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കും, ലഭിക്കേണ്ടുന്നതായിട്ടുള്ള ചില റിക്വയർമെന്റ്സ് ആണ്. അതായത് അത് ഏത് തരത്തിലെല്ലാം ആകാം, ഫിസിക്കലായിട്ട് കുട്ടിക്ക് ലഭിക്കേണ്ടുന്ന കുറച്ച് ആവശ്യങ്ങള്, റിക്വയർമെന്റ്സ്, ഇമോഷണൽ തലങ്ങളിൽ നേടേണ്ടുന്നതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങള്, സാമൂഹികപരമായിട്ടും കുട്ടിക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, ഇന്റലക്ച്വൽ ഭൗതികപരമായിട്ടും ലഭിക്കേണ്ടുന്ന കുറച്ച് നീഡുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ
ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറയുന്നത് ഇത് ഓരോ സ്റ്റേജിലും ഓരോന്നായിരിക്കും. ഇൻഫാൻസിയുടെ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റൽ നീഡ്സ് ആയിരിക്കുകയില്ല ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഒരു കുട്ടിക്ക് ആവശ്യമുള്ള നീഡുകൾ. ഇനി ചൈൽഡ്ഹുഡിലെ നീഡുകൾ ആയിരിക്കില്ല അഡോളസെൻസിലെ നീഡ്, അഡോളസെൻസിലെ നീഡുകൾ ആയിരിക്കില്ല അഡൾട്ട്ഹുഡിലെ നീഡ്. അപ്പൊ ഓരോ സ്റ്റേജിലും ഓരോരുത്തർക്കും വേണ്ടുന്ന നീഡുകൾ ഡിഫറെന്റ് ആയിരിക്കും. ഈ നീഡ്സിനെയാണ്, ഈ ആവശ്യകതകളെയാണ്, ഈ റിക്വയർമെന്റ്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്മെന്റൽ നീഡ്സ് ഓരോ പ്രായത്തിലും അത് ഫുൾഫിൽ ചെയ്യപ്പെടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാതെ വരുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അവിടെ ഒന്ന് ഡിലേ ആവും, അല്ലെങ്കിൽ ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആവും. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റിന് ഒന്ന് കാലതാമസം വരും, അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ നീഡുകൾ പ്രോപ്പർ ആയിട്ട് ലഭിക്കാത്തതാണ് ഡെവലപ്മെന്റില് പ്രശ്നങ്ങൾ വരുന്നതിനും ഡെവലപ്മെന്റിന് താമസം വരുന്നതിനും വികാസത്തില് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ നേരിടുന്നതിന്റെയും കാരണം എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ നീഡ്സ് അല്ലെങ്കിൽ ഈ ആവശ്യകതകൾ ഫുൾഫിൽ ചെയ്യപ്പെടാതെ വരുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഡെവലപ്മെന്റൽ നീഡ്സ് ഓഫ് അഡോളസെൻസ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അഡോളസെൻസിനെയാണ് ഈ ഒരു സ്റ്റേജിൽ. അപ്പൊ അഡോളസെൻസിന്റെ ഇനി ഓരോ പ്രായത്തിനും ഓരോ സ്റ്റേജുകളിലും, അതായത് ഇൻഫാൻസിക്കുള്ള ഡെവലപ്മെന്റൽ നീഡുകൾ ഉണ്ട്, പിന്നെ ചൈൽഡ്ഹുഡിനുള്ള ഡെവലപ്മെന്റൽ നീഡുകൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റേജിലും വ്യത്യസ്തമാണ്. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് അഡോളസെൻസിന്റെ ഡെവലപ്മെന്റൽ നീഡ്സ് ആണ്. കാരണം അഡോളസെൻസിനെയാണ് നമ്മൾ അധ്യാപകര് അവരെയാണ് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തൊക്കെ ആവശ്യകതകളാണ്. ക്ലിയർ ആവുന്നില്ലല്ലോ. ക്ലിയർ ആവുന്നില്ല ഞങ്ങക്ക്. ഓക്കെ ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. മുമ്പത്തെ സ്ലൈഡ് ആയിരുന്നു വേണ്ടത്. ഓക്കെ ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫിസിയോളജിക്കൽ. അപ്പൊ ഇത്തരത്തിലുള്ള അഡോളസൻസുമായി ബന്ധപ്പെട്ട നീഡുകളെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇവർക്ക് പലതരത്തിലുള്ള നീഡുകൾ ഉണ്ട്. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡുകൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡുകൾ, ഇമോഷണൽ ആയിട്ടുള്ള നീഡുകൾ. അപ്പൊ ഇങ്ങനെ അഡോളസൻസിന് ഉള്ള പ്രധാനപ്പെട്ട നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, അതുപോലെ എക്സസൈസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽത്തി ഗ്രോത്തിന് വേണ്ടുന്ന അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അവർക്ക് പോഷകാഹാര ലഭ്യത, അതുപോലെ തന്നെ അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മസിൽസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ, പ്രോപ്പർ റെസ്റ്റ്, ആവശ്യത്തിനുള്ള ഉറക്കം, ഇതെല്ലാം അവരുടെ ഒരു ഫിസിയോളജിക്കൽ നീഡാണ്. അതായത് അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് ശാരീരികപരമായിട്ട് ആ സ്റ്റേജിൽ അവർക്ക് നേടേണ്ടുന്നതായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് ഇതെല്ലാം. ഇനി അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ ഹൈജീനിനെ കുറിച്ചും അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയും അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് അവര് ഒരു പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫോം ചെയ്യുക, ഇതെല്ലാം ആ സമയത്തുള്ള അവരുടെ ഒരു നീഡാണ്. അവരുടെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു നീഡാണ്. ഇനി മറ്റൊന്നാണ് അവരുടെ ബോഡി ചേഞ്ചസ്. ഈ ഒരു സമയത്ത് അഡോളസെൻസിൽ നമ്മൾ പറഞ്ഞു ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് അവരുടെ ബോഡിയിൽ ചേഞ്ചസ് കാണുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കണം.
ഇനി അതുപോലെ തന്നെ ഈ സമയത്തുള്ള അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഹാബിറ്റ്സുകളും, അത് ഫോർ എക്സാമ്പിൾ ഡ്രഗ്സിന്റെ യൂസ് ആകാം, ആൽക്കഹോളിന്റെ യൂസ് ആകാം, അതുപോലെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളാകാം. ഇതിനെക്കുറിച്ചെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതിനെയെല്ലാം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈ ഒരു സമയത്തെ അഡോളസെൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞത് അവരുടെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അതായത് അവരുടെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ശാരീരിക വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആവശ്യകതകള്, നീഡ്സ്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നതാണ് അവരുടെ ഇന്റലക്ച്വൽ നീഡ്സ്. അവർക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് നീഡ്സ് മാത്രമല്ല ഈ ഒരു പ്രായത്തില്, അവർക്ക് ഭൗതികപരമായിട്ടുള്ള ഈ ഒരു സമയത്ത് കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, അത്തരത്തില് ഭൗതികപരമായിട്ട് അവരുടെ സ്കില്ലുകളെയും അവരുടെ ഒരു കഴിവുകളെയൊക്കെ വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനുമുള്ള സാധ്യതകളും അവസരങ്ങളും ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ലഭ്യമാക്കണം. അതുപോലെ തന്നെ അവരുടെ ഒരു അവരുടെ ആശയങ്ങളും അവരുടെ ഒപ്പീനിയനുകളും അവരുടെ തീരുമാനങ്ങളും ഓപ്പൺ ആയിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങളും അതിനുള്ള ഒരു എൻകറേജ്മെന്റും കുട്ടികളെ പ്രോത്സാഹനവും ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു സമയമാണ് ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഒരു സ്റ്റേജ്. അപ്പൊ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഇതിനുള്ള ഒരു എൻകറേജ്മെന്റും അതിനുള്ള ഒരു പ്രോത്സാഹനവും അവസരങ്ങളും സാധ്യതകളും കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ ലഭ്യമാക്കണം. ഇനി അതുപോലെ തന്നെ അവരുടെ ഒരു നീഡാണ് അവർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത്. അതായത് അവരുടെ ഒരു കരിയറിനെ കുറിച്ചും അവർക്ക് ഇനി ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, ഏതെടുത്താലായിരിക്കും അവർക്ക് ശരിയാവുക, ഏത് കോഴ്സ് ആയിരിക്കണം അവർക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വിഷയമായിരിക്കണം അവർക്ക് ഹയർ സ്റ്റഡീസിന് തിരഞ്ഞെടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടും അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടും ഒക്കെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതും ഈ ഒരു സമയത്ത് അവരുടെ ഒരു ആവശ്യകതയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികൾ ഈ ഒരു പ്രായത്തില് ഈ ഒരു നീഡ്സിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ആഗ്രഹവും ആവശ്യകതയും ഈ ഒരു പ്രായത്തില് അഡോളസെൻസിന് നല്ല രീതിയിൽ ഉള്ള ഒരു സ്റ്റേജ് ആണ് അഡോളസെൻസ് എന്ന് പറയാം. മറ്റൊന്നാണ് അവരുടെ ഒരു ലാംഗ്വേജ് നീഡ്സ്. അതായത് അവർക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു സൊസൈറ്റിയിൽ അവരെ എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ലൈഫിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവർ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അതിനു വേണ്ടുന്ന കുറച്ച് സഹായങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ അതെല്ലാം ലഭ്യമാക്കുക എന്നുള്ളതും ഈ ഒരു സമയത്തെ അവരുടെ ഒരു ഡെവലപ്മെന്റൽ നീഡാണ്. അവർക്ക് സെൽഫ് എക്സ്പ്രഷൻ ഉള്ളത്, അത് ഏത് രീതിയിലൂടെ ആകാം. ഒന്നുകിൽ അവരുടെ സ്പീച്ചിലൂടെ, സംസാരത്തിലൂടെ ആകാം, അല്ലെങ്കിൽ റൈറ്റിങ്ങിലൂടെ, എഴുത്തിലൂടെ ആകാം. അപ്പൊ ഇതിലൂടെ എല്ലാം അവരുടെ ഭാഷാപരമായിട്ടുള്ള നീഡ്സും അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവരുടെ നീഡ്സിനെ ഈ ഒരു ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസിലൂടെയും സാധ്യതകളിലൂടെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള ഒരു എക്സ്പോഷർ കൊടുക്കുക. അവരുടെ സ്കിൽസ് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ലാംഗ്വേജ് ഭാഷാപരമായിട്ടുള്ള അവരുടെ നൈപുണ്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് കൂടുതൽ എക്സ്പോഷർ നൽകുന്നുള്ള അവസരങ്ങൾ, അതിനുള്ള കോമ്പറ്റീഷൻസ് ആവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈവന്റുകളാകാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആകാം. ഇതെല്ലാം അവരുടെ ഈ ഒരു പ്രായത്തിൽ അഡോളസെൻസിന്റെ ഒരു ഭൗതികപരമായിട്ട് അവരുടെ ഒരു ലാംഗ്വേജ് നീഡ്സ് ആണ്. അവരുടെ ഭാഷാപരമായിട്ട് ഈ ഒരു സമയത്ത് അവര് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള അവരുടെ ഒരു ആവശ്യകതയാണ് ഈ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം ആസ്പെക്റ്റുകൾ, അല്ലെങ്കിൽ ഈ ഒരു തലങ്ങളെല്ലാം.
ഇനി മറ്റൊന്നാണ് അവരുടെ ഇമോഷണൽ നീഡ്സ്. അപ്പൊ ഭൗതികപരമായിട്ടും അല്ലെങ്കിൽ ഭാഷാപരമായിട്ടും അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ശാരീരികപരമായിട്ടും അവർക്ക് ഡെവലപ്മെന്റൽ നീഡ്സ് ഉണ്ട് നമ്മൾ കണ്ടു. ഇനി അതുപോലെ തന്നെ ഒന്നാണ് അവരുടെ ഇമോഷണൽ നീഡ്സ്. ഈ സമയത്ത് അഡോളസെൻസിന്റെ ഇമോഷണൽ നീഡ്സിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന ഒന്നാണ് അവർക്ക് ഒരു ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ്, അതുപോലെ ലവ്, സ്നേഹത്തിന് വേണ്ടിയിട്ടും ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടും അതുപോലെ ഇമോഷണൽ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു നീഡ് ഈ ഒരു പ്രായത്തിൽ അഡോളസെൻസിന് ഈ ഒരു പ്രായത്തിലാണ് അഡോളസെൻസിന് പ്രധാനമായിട്ട് ഉണ്ടാവുക. അത് അവരുടെ ഒരു ഇമോഷണൽ നീഡാണ്. ഇമോഷണലി അവർക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ അവർ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അത് അവരുടെ ഒരു നീഡാണ്. അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് പലപ്പോഴും അഡോളസെൻസ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതായിട്ട് നമുക്കറിയാം. ഇനി അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള ഒരു നീഡ്. അവർക്ക് അവരുടെ ഇമോഷൻസിനെ തന്നെ മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നും ഇവരുടെ ഇമോഷൻസിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനുമുള്ള ഒരു നീഡും ഈ ഒരു പ്രായത്തിലാണ് കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. അവർക്ക് ഒരുപക്ഷെ ആങ്കർ ആകാം, ദേഷ്യമാകാം, അല്ലെങ്കിൽ ഭയമാകാം, അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ ആകാം. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ ഇമോഷൻസ് വളരെ അധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അഡോളസെൻസ്. അപ്പൊ ഈ ഇമോഷൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ അതിനെ അവർക്ക് സ്വന്തമായി തന്നെ ഒന്ന് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അത് അവരുടെ ഒരു ഡെവലപ്മെന്റൽ നീഡാണ്. അപ്പൊ ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ ഇത് ഇങ്ങനെ ഒരു ഇമോഷൻ ആണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാനും അവരുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷന്റെ റിസൾട്ട് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്, ഹോർമോണൽ ഇംബാലൻസിന്റെ ഹോർമോണൽ ചേഞ്ചസിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള അവബോധം അവരിൽ സൃഷ്ടിക്കാനും ഈ ഒരു സമയത്ത് അഡോളസെൻസിന് അത്തരത്തിലുള്ള അവസരങ്ങളും സാധ്യതകളും പരമാവധി അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചുറ്റുപാടുകൾ ക്രമീകരിക്കപ്പെടേണ്ടത്. ഇനി അതുപോലെ തന്നെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റിയും, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കുക അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി നേടിയെടുക്കുക എന്നുള്ളതും അവരുടെ ഒരു ആവശ്യകതയാണ്. അപ്പൊ അത്തരത്തിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയും മെച്യൂരിറ്റിയും നേടിയെടുക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടുകളിൽ നിന്നും അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർക്ക് നൽകുക, അതിനുള്ള അവസരങ്ങൾ നൽകുക, അവരെ മനസ്സിലാക്കുക, അതിനുള്ള ഗൈഡൻസ് നൽകുക എന്നുള്ളതെല്ലാം ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവരുടെ എന്തെങ്കിലും ഫീലിങ്ങുകളാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും വിഷമങ്ങളാണെങ്കിലും അത് ഷെയർ ചെയ്യാനും അതിനെയെല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും ചുറ്റുപാടുമുള്ളവർക്ക് സാധിക്കുക. അപ്പൊ അതിൽ നിന്നെല്ലാം അവർക്ക് അവരുടെ ഒരു എമ്പതി ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. അപ്പൊ ഇത്തരത്തിൽ അവരുടെ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും അല്ലെങ്കിൽ ആ ഇമോഷണൽ നീഡ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള തിരിച്ചറിവുകളിലേക്കും അതിനുള്ള ഒരു എബിലിറ്റിയിലേക്കും അതിലേക്കെല്ലാം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അപ്പൊ അതും ഇമോഷണൽ നീഡ്സ്, ഇതെല്ലാം അവരുടെ ഒരു ഇമോഷണൽ നീഡ്സ് ആണ്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കുക, മെച്യൂരിറ്റി നേടിയെടുക്കുക എന്നുള്ളതെല്ലാം അവരുടെ ഒരു നീഡാണ്. ഇനി അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അവർക്ക് കുറച്ച് നീഡുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. നീഡ് ഫോർ ബിലോങ്ങിങ്നെസ് ആൻഡ് പിയർ ആക്സെപ്റ്റൻസ്. സോഷ്യൽ നീഡ്സിലും നമുക്ക് പറയാം ഒരു ഗ്രൂപ്പിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട്, ഒരു ബിലോങ്ങിങ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ്. അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നുമുള്ള ഒരു ആക്സെപ്റ്റൻസ്, പിയർ ഗ്രൂപ്പിന്റെ അവരുടെ പ്രായത്തിലുള്ളവരുടെ ഒരു ആക്സെപ്റ്റൻസ് ഈ ഒരു പ്രായത്തിൽ അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെന്റൽ നീഡാണ്.
ഇനി അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ലുകൾ നേടിയെടുക്കാനും അവരുടെ ഒരു ഡെവലപ്മെന്റൽ നീഡാണ്. അവർ ഒരു കോർപ്പറേഷൻ, ലീഡർഷിപ്പ്, ടീം വർക്ക് തുടങ്ങിയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, മോറൽ വാല്യൂസ് ആർജിച്ചെടുക്കുക. അതുപോലെ തന്നെ അവരൊരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക. അവരൊരു ഫാമിലിക്കും അതുപോലെ തന്നെ അവരുടെ സൊസൈറ്റിയെയും റെസ്പെക്ട് ചെയ്യാനും അതിൽ നിന്നെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നു വരുവാനും ഉള്ളൊരു എബിലിറ്റിയും നേടിയെടുക്കുക, അതിനുള്ള ഒരു കഴിവും നേടിയെടുക്കുക എന്നുള്ളതും അവരുടെ ഒരു സോഷ്യൽ നീഡാണ്. അപ്പൊ സൊസൈറ്റിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ, സൊസൈറ്റിയുമായിട്ട് ഒന്ന് ബിലോങ്ങിങ് ചെയ്യുന്ന രീതിയിലും സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ, അപ്പൊ ഇത്തരത്തിലുള്ള പല സോഷ്യൽ ആസ്പെക്റ്റുകളും സോഷ്യലി അവർ നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള കുറച്ച് വാല്യൂസും, ലീഡർഷിപ്പ് ആകാം, ടീം വർക്ക് ആകാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആകാം, ഇതെല്ലാം അവരുടെ ഒരു സോഷ്യൽ നീഡ്സ് ആണ്. അതായത് ഈ ഒരു സമയത്ത് ഈ സോഷ്യൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കണം അവരുടെ ചുറ്റുപാടുകളെയും അല്ലെങ്കിൽ സ്കൂളിനെയും ഫാമിലിയെല്ലാം അവരെ സഹായിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡെവലപ്മെന്റൽ നീഡ്സ്. ഡെവലപ്മെന്റൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് അവരുടെ ഒരു ഫിസിയോളജിക്കൽ നീഡ്സ്, അല്ലെങ്കിൽ ഇമോഷണൽ നീഡ്സ്, ലാംഗ്വേജ് നീഡ്സ്, സോഷ്യൽ നീഡ്സ്, അപ്പൊ ഇതെല്ലാം അവരുടെ ഒരു നീഡ്സ് ആണ്. ഇതെല്ലാം ഡെവലപ്മെന്റൽ നീഡ്സ് ആണ്, അവരുടെ ആവശ്യകതയാണ്. ഇനി അതിൽ നിന്നും മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഇപ്പൊ ഡെവലപ്മെന്റൽ നീഡ്സിനെയും ഡെവലപ്മെന്റൽ ടാസ്കിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയണം. ഇത് ഒരു ഡെവലപ്മെന്റൽ ടാസ്കിനുള്ള എക്സാമ്പിളുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഡെവലപ്മെന്റൽ നീഡ്സും ഡെവലപ്മെന്റൽ ടാസ്കും നോക്കുമ്പോൾ ഡെവലപ്മെന്റൽ ടാസ്ക് ആണ് കുറച്ചുകൂടി ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ഊന്നൽ കൊടുക്കേണ്ടുന്ന, പരീക്ഷയ്ക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ഡെവലപ്മെന്റൽ ടാസ്ക്. ഇനി ഡെവലപ്മെന്റൽ ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റൽ നീഡ്സ് എന്നുള്ളത് ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് റോബർട്ട് ജെ ഹാവിഗ് ഹേസ്റ്റ് ആണ് ഈ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ളൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് പരീക്ഷയിൽ പലപ്പോഴും കാണുന്ന ഒന്നാണ്. ഡെവലപ്മെന്റൽ ടാസ്ക്, ദ ടേം ഡെവലപ്മെന്റൽ ടാസ്ക് കോയിൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തരും. അപ്പൊ അതിൽ നിന്നും ഹാവിഗ് ഹേസ്റ്റ് ആണ് അത് ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദിക്കാവുന്നതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി എന്താണ് ഡെവലപ്മെന്റൽ ടാസ്ക്? ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ടാസ്ക് ആവാം അല്ലെങ്കിൽ ഒരു സ്കില്ലാവാം ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് ലേൺ. അതായത് ഒരു വ്യക്തിയുടെ ഡിഫറെന്റ് സ്റ്റേജുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇൻഫാൻസി ഉണ്ട്, അഡോളസൻസ് ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജുകൾ ഉണ്ട്. അപ്പൊ ഈ ഓരോ സ്റ്റേജിലും ഒരു വ്യക്തി നേടിയെടുത്തിട്ടുണ്ടാകേണ്ടുന്നതായിട്ടുള്ള ഒരു സ്കില്ല്, ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ടാസ്ക്, ആ കഴിവ് ആ ഒരു പ്രായത്തില് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജില് ആ ഒരു വ്യക്തി നിർബന്ധമായിട്ടും അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുണ്ടാകണം. എന്തിനു വേണ്ടി? അടുത്ത ഒരു നെക്സ്റ്റ് ലൈഫിന്റെ സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ സക്സസ്ഫുള്ളി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്തൊരു സ്റ്റേജിലേക്ക് നല്ല രീതിയിൽ വിജയകരമായ അടുത്ത സ്റ്റേജിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ താഴെയുള്ള സ്റ്റേജിൽ ആ വ്യക്തി നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ചില സ്കില്ലുകൾ അല്ലെങ്കിൽ ചില ടാസ്കുകൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുക. ഇനി ഡെവലപ്മെന്റൽ ടാസ്ക് നമ്മൾ ഇൻഫാൻസി അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ഒക്കെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, കുട്ടിക്ക് ഓരോ സ്റ്റേജിലും ആദ്യം ഇരിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ കുട്ടിക്ക് ഇരുന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇത്ര മാസത്തിൽ നിൽക്കാൻ സാധിക്കണം, ഇത്ര മാസത്തിൽ നടക്കാൻ സാധിക്കണം. ഇതെല്ലാം ഡെവലപ്മെന്റൽ ടാസ്കുകളാണ്. അല്ലെങ്കിൽ ഇത്ര മാസം ആകുമ്പോഴേക്കും ഓടാൻ സാധിക്കണം.
അപ്പോൾ ഓരോ സ്റ്റേജിലും നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ചില സ്കില്ലുകളുണ്ട്. ആ സ്കില്ല് നിർബന്ധമായും ആ ഒരു സ്റ്റേജിൽ നേടിയെടുത്തേ പറ്റൂ. എന്തിനു വേണ്ടി? അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് സക്സസ്ഫുള്ളി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് നിർബന്ധമായിട്ടും നേടിയെടുക്കേണ്ടതാണ്. ഇതിനെയാണ് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് ഹാവിക് ഹേസ്റ്റ് വിശേഷിപ്പിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ഡെവലപ്മെന്റൽ ടാസ്ക്. ഇനി ഓരോ സ്റ്റേജിലും, ലൈഫിന്റെ ഓരോ സ്റ്റേജിലും ഓരോ ഡെവലപ്മെന്റൽ ടാസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്കുകൾ ഉണ്ട്. ഈ ടാസ്കുകൾ അവരുടെ ഒരു ബയോളജിക്കൽ ഗ്രോത്തുമായിട്ടും അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്പെക്ടേഷനുമായിട്ടും പേഴ്സണൽ വാല്യൂസുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഓരോ ടാസ്കുകളും. ഇത് ഓരോ സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെല്ലാം ഇതിന്റെ ചുറ്റുപാടുകളുമായിട്ടും അതുപോലെ അവന്റെ കൾച്ചറുമായിട്ടും അവന്റെ പേഴ്സണൽ വാല്യൂസുമായിട്ടും ഈ ടാസ്കുകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഈ ടാസ്കുകളുടെ സ്വാധീനം ഈ മേഖലയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി സക്സസ്ഫുള്ളി ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അടുത്തൊരു സ്റ്റേജിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നമുക്കൊരു ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ് കാണാൻ സാധിക്കും. അവിടെ വ്യക്തിക്ക് ചുറ്റുപാടുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ മുന്നോട്ട് പോകാനും ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അതിലൂടെ ആ വ്യക്തി നേടിയെടുക്കും. ഇനി ഈ ഡെവലപ്മെന്റൽ ടാസ്കുകൾ നേടിയെടുക്കുന്നതിൽ ഫെയിലിയർ ആയാൽ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? അവിടെ ആ വ്യക്തിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് സംഭവിക്കാം. അതായത് ഇനി വരുന്ന സിറ്റുവേഷനിലെല്ലാം അവനെ അഡ്ജസ്റ്റ് ചെയ്യാനും ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാനും അഡ്ജസ്റ്റ് ചെയ്തു പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാം. അതാണ് മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു ഗണത്തിലേക്കെല്ലാം നമ്മൾ അതിനെ പിന്നെ പെടുത്തും. അപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഓരോ ഡെവലപ്മെന്റൽ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ ഓരോ സ്റ്റേജിലും ആ ഡെവലപ്മെന്റൽ ടാസ്കുകൾ നേടിയെടുക്കുക, അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സിന്, അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അഡോളസെൻസിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. അപ്പൊ അഡോളസെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റൽ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെന്റൽ ടാസ്കുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ചില ടാസ്കുകളാവാം അല്ലെങ്കിൽ ചില സ്കില്ലുകളാവാം, അവൻ നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ സ്റ്റേജിൽ അവൻ നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് അഡ്ജസ്റ്റിംഗ് ടു റാപ്പിഡ് ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് പ്യൂബർട്ടി. അവന്റെ പ്യൂബർട്ടിയിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് വളരെ, നമ്മൾ പറഞ്ഞു, വളരെ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുക. ഈ ഒരു ചേഞ്ചസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതൊരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. പ്രോപ്പർ ആയിട്ട് ഈ സമയത്ത് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്, ലേറ്റർ സ്റ്റേജിൽ അവന് അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് വരാം, പ്രോബ്ലംസ് വരാം, ഡിഫൻസ് മെക്കാനിസത്തിലേക്കൊക്കെ പോവാം, അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള സിറ്റുവേഷനിലേക്കൊക്കെ പോവാം. അപ്പൊ ഇവിടെ എല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ചേഞ്ചസുകളെ അക്സെപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിച്ചിരിക്കണം അഡോളസെൻസിന്. രണ്ടാമതായിട്ട് അവരുടെ ഒരു സെൽഫ് കോൺസെപ്റ്റിനെ പറ്റിയിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള അവരുടെ ഒരു ബോഡി ഇമേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺസെപ്റ്റിനെയും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകണം. അവരുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമേജും കോൺസെപ്റ്റും സെൽഫ് കോൺസെപ്റ്റും വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് സാധിക്കണം. അല്ലാതെ അവർക്ക് അവരെ കുറിച്ച് വളരെ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ എന്താ പറയുക ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ചിന്തകളോ അല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് അവരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്ക് കുട്ടികൾ ഈ ഒരു സമയത്ത് കടന്നു വരേണ്ടതുണ്ട്. ഇനി
അച്ചീവിങ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പാരൻസ്. അതായത് ഈ ഒരു സമയത്താണ് കുട്ടികൾ ഇമോഷണലി പാരൻസിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു സമയമാണ് അഡോളസൻസ്. അതും ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക, അവരുടെ ഇമോഷൻസിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഇമോഷൻസിന്റെ മേലിൽ ഒരു മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു സമയത്ത് കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകണം. എസ്റ്റാബ്ലിഷിംഗ് മെച്യൂർ റിലേഷൻഷിപ്പ്, അവരുടെ പിയേഴ്സുമായിട്ട്, അത് ഏത് ഗ്രൂപ്പുമായിട്ടാകാം, ബോയ്സുമായിട്ടാണെങ്കിലും ഗേൾസ് ആയിട്ടാണെങ്കിലും ഏത് ജെൻഡറുമായിട്ടാണെങ്കിലും ഒരു മെച്യൂർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നേടിയെടുക്കാനും അതിന്റെ സോഷ്യൽ വാല്യൂസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും വളർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുക. ഇതെല്ലാം അവരുടെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം ഒരു പേഴ്സണൽ ഐഡന്റിറ്റി, അവരെ കുറിച്ച് തന്നെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഫോം ചെയ്യുക, ഒരു സ്റ്റേബിൾ സെൻസ് ഓഫ് സെൽഫ്, സ്വന്തമായിട്ട് ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഒരു വാല്യൂസ് എന്താണ്, എൻ്റെ ഒരു മോട്ടിവേഷൻസ് എന്തൊക്കെയാണ്, ഗോൾസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെൽഫിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം, ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു ടാസ്ക് ആണ്. ഇനി അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫ്യൂച്ചർ റോൾസ്, അവരുടെ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും കരിയറുമായി ബന്ധപ്പെട്ടും ഒക്കെ അവരുടെ ഒരു റോൾ എന്തായിരിക്കണം, അവരുടെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കണം, അവരുടെ സെലക്ഷൻ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ ഒരു അവബോധം, അതിനെ പറ്റിയിട്ട് അവരെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ അവരുടെ ഗോളുകൾ എന്തൊക്കെയാണ്, റോളുകൾ എന്തൊക്കെയാണ് ഒരു സ്വയം അവബോധം ഉണ്ടാവുക എന്നുള്ളതും അവരുടെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. ഇനി ഇതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മോറൽ റീസണിങ് ഡെവലപ്പ് ചെയ്യുക, ജീവിതത്തെ കുറിച്ച് തന്നെ അവർക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവുക, സ്വന്തമായി സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യുക, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം, ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം അവരുടെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. അതായത് അഡോളസൻസ് സ്റ്റേജിൽ അവര് നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള സ്കില്ലുകളാണ് ഇതെല്ലാം. കോൺഫിഡന്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും പ്രോപ്പർ ഒരു സെൽഫ് കൺട്രോൾ നേടിയെടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു കുട്ടികളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഈ അഡോളസൻസ് സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇവയെല്ലാം അവര് നേടിയെടുത്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ആ ഒരു ടാസ്കുകളെല്ലാം പോസിറ്റീവായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഈ സമയത്ത് കുട്ടികൾക്ക് സാധിക്കുക എന്നുള്ളതാണ് അഡോളസെൻസിന്റെ ഡെവലപ്മെന്റൽ ടാസ്കുകൾ. അപ്പൊ ഈ അഡോളസെൻസിൽ ഈ ഡെവലപ്മെന്റൽ ടാസ്ക് അച്ചീവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോഗ്രസ് സാധ്യമാവുകയുള്ളൂ. ഇനി അതല്ല സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോഴേക്കും ഒരു അൺഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതിലേക്കെല്ലാം മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം അഡോളസെൻസിൻ നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ഡെവലപ്മെന്റ് ടാസ്കുകളാണ്. അവർ നേടിയെടുക്കേണ്ടുന്ന ചില സ്കില്ലുകൾ, ടാസ്കുകളാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്നും എങ്ങനെയായിരിക്കാം ചോദ്യങ്ങൾ വരിക? ഇതിൽ നിന്നും ഒരു ചോദ്യം ഈ ഡെവലപ്മെന്റൽ ടാസ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ഹാവിംഗ്ഹേഴ്സ്റ്റ് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ബൈ. ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ളത് എന്താണ്, അതിനെ എങ്ങനെയാണ് ഹാവിംഗ്ഹേഴ്സ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 4 ഓപ്ഷനിൽ നിന്നും ഏതാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ?
യെസ്, ആൻസർ ബി ആണ്. ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ളത് എ ടാസ്ക് ദാറ്റ് അറൈസസ് അറ്റ് ഓർ അറൌണ്ട് എ സർട്ടൻ പീരീഡ് ഇൻ ലൈഫ് whose successful achievement leads to happiness and success in later task. ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു പീരീഡിൽ നേടിയെടുക്കേണ്ടുന്നതായിട്ടുള്ള ചില സ്കിൽസ് ആണ് അല്ലെങ്കിൽ ടാസ്കുകളാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. അതിന്റെ സക്സസ്ഫുൾ അച്ചീവ്മെന്റ് ഹാപ്പിനെസ്സും ലേറ്റർ ടാസ്കുകളിലുള്ള സക്സസ്സും കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നാണ് ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഫെയിലിയർ ടു അച്ചീവ് എ ഡെവലപ്മെന്റൽ ടാസ്ക് ടിപ്പിക്കലി റിസൾട്ട് ഇൻ. യെസ്, ആൻസർ ബി ആണ്. ഫെയിലിയർ ടു അച്ചീവ് എ ഡെവലപ്മെന്റൽ ടാസ്ക്, ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് ഡിഫിക്കൽട്ടി ഇൻ ലേറ്റർ ടാസ്ക് ആൻഡ് അൺഹാപ്പിനെസ്. നെക്സ്റ്റ് ടാസ്കുകളിലെല്ലാം ഒരു ഡിഫിക്കൽട്ടി നേരിടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞു അഡോളസന്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് 10 മാർക്കാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ ഒരു സെക്ഷൻ ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. അഡോളസൻസ്, അതിന്റെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഹെറിഡിറ്റി, എൻവയോൺമെന്റ്, ഡെവലപ്മെന്റൽ നീഡ്സ്, അതുപോലെ ഡെവലപ്മെന്റൽ ടാസ്ക്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ഇനി അടുത്തൊരു സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുക, പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. അപ്പൊ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസിൽ പ്രധാനമായിട്ട് അഡോളസൻസ് നേരിടുന്ന പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ളതാണ് ചോദ്യങ്ങൾ വരിക. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഒന്ന് ഐഡന്റിറ്റി ക്രൈസിസ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന ഇതിൽ കൊടുത്തിട്ടുള്ള ഏരിയകൾ ഐഡന്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിക്വൻസി, ഹെൽത്ത് പ്രോബ്ലംസ്, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്, ചാലഞ്ചസ് ആൻഡ് റെമഡീസ്. ഇതിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ കാണുന്നത് ഒന്ന് ഹെൽത്ത് പ്രോബ്ലംസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡോളസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്നും, അതുപോലെ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്നും, ഡെലിക്വൻസിയിൽ നിന്നും, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, ഇതിൽ നിന്നുമാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസും അതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് അഡോളസൻസ് നേരിടുന്ന പ്രോബ്ലത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസിനെ പറ്റി പറയുമ്പോൾ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബി.എഡിൽ. നമ്മൾ അതിന്റെ തിയറി ഒക്കെ നമ്മൾ പറയും. അപ്പൊ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 8 സ്റ്റേജസ്, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു 8 സ്റ്റേജുകളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെ സ്റ്റേജ് ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതായത് അഡോളസൻസ് സ്റ്റേജ് ഉൾപ്പെടുന്നത് 5ാമത്തെ സ്റ്റേജായ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ള ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സമയത്താണ് സെൽഫ് കോൺസെപ്റ്റും പേഴ്സണൽ ഐഡന്റിറ്റിയും ഫോം ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു സ്റ്റേജ്. അപ്പൊ എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളൊരു ടേം കൊണ്ടുവന്നത്. അപ്പൊ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളൊരു ടേം കോയിൻ ചെയ്തത് ആരാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എറിക്സന്റെ എത്രാമത്തെ സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അഡോളസൻസുമായി ബന്ധപ്പെട്ട് എറിക്സന്റെ ഏത് സ്റ്റേജ് ആണ് ഉൾപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അപ്പൊ 5ാമത്തെ എറിക്സന്റെ 5th സ്റ്റേജ് ആയിട്ടുള്ള ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ള സ്റ്റേജിലാണ് നമ്മൾ പ്രധാനമായിട്ടും അഡോളസൻസ് ഏജിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭാഗം.
ഇനി എന്താണ് ഐഡന്റിറ്റി ക്രൈസിസ്? അഡോളസെൻസ് സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റേബിൾ സെൻസ് ഓഫ് സെൽഫ്. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സെൽഫിനെ കുറിച്ചിട്ട് ഒരു സെൻസ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവബോധം അവര് നേടിയെടുക്കാനായിട്ട് അവര് നേരിടുന്ന ഒരു സ്ട്രഗിള്, അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സ്ട്രഗിളിനെ നമുക്ക് ക്രൈസിസ്, ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് നമുക്ക് പറയാം. ഐഡന്റിറ്റി ക്രൈസിസില് they feel confusion about goals, values and future roles. അപ്പൊ അവിടെ എപ്പോഴും അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർക്ക് സയൻസ് തിരഞ്ഞെടുക്കണമോ, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കണമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് പോകണമോ, അങ്ങനെ ഒരു ഫ്യൂച്ചർ റോളിനെ കുറിച്ചിട്ട് അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരുടെ വാല്യൂ സിസ്റ്റം എന്തായിരിക്കണം, അവരുടെ ഒരു ഗോൾ എന്തായിരിക്കണം, ലൈഫിൽ എന്താ അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയെല്ലാം ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ക്ലിയർ വിഷൻ ഇല്ലാത്ത ഒരവസ്ഥ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്ന കുട്ടികൾ അനുഭവിക്കുക. അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും അവരെ കുറിച്ച് തന്നെ ഒരു സെൽഫ് ഐഡന്റിറ്റി ഫോം ചെയ്യാനും, അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യാനും അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. ഇനി ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് അവരെ തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനും, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനുമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു റെമഡി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ഇതിലൂടെ എല്ലാം കുട്ടികൾ അവർക്ക് ലഭിക്കുന്ന ഗൈഡൻസിലൂടെയും അല്ലെങ്കിൽ അവസരങ്ങളിലൂടെയെല്ലാം അവരെ തന്നെ മനസ്സിലാക്കാനും, അവരുടെ വാല്യൂസ് എന്തായിരിക്കണം, അവരുടെ ഗോളുകൾ എന്തായിരിക്കണം എന്ന് സ്വയം കണ്ടെത്താനും അവർക്ക് സഹായകമാകും. അപ്പൊ ഐഡന്റിറ്റി ക്രൈസിസ് ഇത്തരത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇനി ഈ ഐഡന്റിറ്റി ക്രൈസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ടേം പറയാവുന്നതാണ് ഐഡന്റിറ്റി അച്ചീവ്മെന്റ്. അതായത് ഐഡന്റിറ്റി ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണ് ഐഡന്റിറ്റി അച്ചീവ് ചെയ്യുന്നത്. അതായത് അവർക്ക് സക്സസ്ഫുള്ളി അവരുടെ ആ ഒരു ക്രൈസിസിനെ അവർ റിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്തിട്ട് അവരൊരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്നു, അവരൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നു അവരുടെ പേഴ്സണൽ ഗോളുകളെ പറ്റിയിട്ട്, അവരുടെ ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ റോളിനെ പറ്റിയിട്ടാകാം, അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കാം, അവരൊരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നേടിയെടുക്കുന്നു. ഇതെല്ലാം അവർ നേടിയെടുക്കുമ്പോഴാണ് അവരൊരു ഐഡന്റിറ്റി അച്ചീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത്. ഇതിലെല്ലാം ഒരു ക്ലാരിറ്റി കൊണ്ടുവരുമ്പോഴാണ്. അപ്പൊ സക്സസ്ഫുള്ളി ഈ ഒരു ക്രൈസിസിനെ അവർ റിസോൾവ് ചെയ്യുമ്പോഴാണ് അവരൊരു ഐഡന്റിറ്റി അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ ഐഡന്റിറ്റി ക്രൈസിസ് ആണോ ഐഡന്റിറ്റി അച്ചീവ്മെന്റ് ആണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ വായിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇനി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത്. റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രൈസിസിനെ പ്രോപ്പറായിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് റോൾ കൺഫ്യൂഷനിലേക്ക് പോകുന്നത്. അവിടെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡയറക്ഷൻ, ഇനി എങ്ങോട്ട് പോകണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് സബ്ജക്ട് തിരഞ്ഞെടുക്കണം, ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരു അവബോധമില്ലായ്മ, ലോ സെൽഫ് എസ്റ്റീം, അവർക്ക് അവരെ കുറിച്ച് തന്നെ വളരെ താഴ്ന്ന ഒരു സെൽഫ് എസ്റ്റീം ആയിരിക്കും. ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ല, എനിക്ക് ആ കഴിവില്ല എന്നുള്ള ഒരു സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിരിക്കും. ആൻഡ് ദേ സ്ട്രഗിൾ വിത്ത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. അവരൊരു ഡിസിഷൻ എടുക്കുന്നതിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. സൊസൈറ്റിയിൽ അവർ പ്രോപ്പറായിട്ട് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിനെല്ലാം അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. സോഷ്യലി അവരും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസിലേക്ക് അവർ കടന്നു പോകും. അപ്പൊ ഇതെല്ലാം അവരുടെ ഒരു റോൾ കൺഫ്യൂഷന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഐഡന്റിറ്റി ക്രൈസിസ് പ്രോപ്പർലി റിസോൾവ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർ റോൾ കൺഫ്യൂഷൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും. ഇനി ഈ ഐഡന്റിറ്റി ക്രൈസിസ്
അഡോളസെൻസിലെ എല്ലാ അഡോളസെൻസും നേരിടുന്ന ഒന്നാണ് ഈ ക്രൈസിസ്. ഈ ഒരു ക്രൈസിസിനെ പ്രോപ്പറായിട്ട് സക്സസ്ഫുള്ളി റിസോൾവ് ചെയ്യുമ്പോൾ അവര് ഐഡന്റിറ്റി അച്ചീവ്മെന്റിലേക്കും, ഇനി സക്സസ്ഫുൾ അല്ലാതെ ഫെയിലിയർ ആയിട്ട് അതിനെ റിസോൾവ് ചെയ്യുമ്പോഴാണ് അവര് റോൾ കൺഫ്യൂഷനിലേക്കും പോവുക. ഇതാണ് എറിക്സന്റെ അഞ്ചാമത്തെ സ്റ്റേറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തത്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഒന്നുകിൽ ഐഡന്റിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു റോൾ കൺഫ്യൂഷൻ എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇനി ഈ ഒരു അവസ്ഥയിൽ ഒരു അധ്യാപകന്റെ, ടീച്ചറിന്റെ റോൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് റിസോൾവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെയും നമുക്ക് അഡ്രസ് ചെയ്യാനായി സാധിക്കണം. അപ്പൊ ഈ സമയങ്ങളിൽ അധ്യാപകരുടെ റോള് അവരെ സഹായിക്കാം, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഇൻട്രസ്റ്റും അവരുടെ വാല്യൂസും അവരുടെ എബിലിറ്റീസും സ്കിൽസിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനെ അവർക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡൻസ് പ്രോഗ്രാംസും കൗൺസിലിംഗ് പ്രോഗ്രാംസും അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കേൾക്കുക, അതെല്ലാം അതിനുള്ളൊരു ഉപാധിയാണ്. അതുപോലെ തന്നെ അവരുടെ സെൽഫ് എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുക, അവരുടെ സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക, അതിനുള്ള വേദികൾ കൊടുക്കുക, അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക, അവർക്ക് തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യാനും അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യാനുമുള്ള പല അവസരങ്ങളിലൂടെ അവരെ കടത്തിവിടുക. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ, ഡിസ്കഷനുകൾ, മോറൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ, അതിന് എക്സ്പോഷർ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ, പരിപാടികൾ, വാല്യൂ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഡിസ്കഷനുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളിലൂടെ എല്ലാം കുട്ടി കടന്നു പോകുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യുകയാണ്, ഒരു ഐഡന്റിറ്റി അച്ചീവ്മെന്റ് ആണ് ഇതിലൂടെ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചർക്ക് ഇതിലെല്ലാം ഒരു റോൾ ഉണ്ട്. അതിനുള്ള അവസരങ്ങളും അതിനുള്ള സപ്പോർട്ടും എൻകറേജ്മെന്റും ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക എന്നുള്ളതാണ് അതിലൊരു അധ്യാപകന്റെ റോള്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദ ടേം ഐഡന്റിറ്റി ക്രൈസിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റിക്കർഡ്സൺ. എറിക്സൺ. യെസ്, എറിക് എറിക്സൺ. വെരി ഗുഡ്. എറിക്സൺ ആണ്. എറിക്സന്റെ അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇനി അടുത്തത്, the best way to handle an identity crisis in adolescence is, ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള അഡോളസൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി എന്താണെന്നുള്ളതാണ് ചോദ്യം. Providing opportunities for self-expression. Yes, very good. Option B, providing opportunities for self-expression. അവർക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ പരമാവധി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വഴി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇഷ്യൂസ്, ഇനി ഉള്ളത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, അവരുടെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇനിയുള്ള അഡോളസൻസിന്റെ പ്രോബ്ലംസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് നോട്ട്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ക്ലിയർ ആണോ ക്ലാസ്? അതെ അതെ. Clear ആണ്. ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am. Good night.